ഇന്ന് നാം ധ്യാനിക്കുന്നത് യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ആ യെഹെസ്കേലിൽ ഒരു ഭാഗം പറയുന്നുണ്ട്, അസ്ഥികളുടെ താഴ്വരയിൽ ഒരു സൈന്യം അസ്ഥി കഷണങ്ങളായി ചിതറിക്കിടക്കുകയാണ്. അവിടെ അസ്ഥി കഷണങ്ങളായി ചിതറിക്കിടക്കുന്നവർ നന്നായി വളർന്ന് ശക്തരായി സൈനിക സേവയിൽ ചേരുവാൻ തക്കവണ്ണം സെലക്ട് ചെയ്യപ്പെട്ട പട്ടാളക്കാരാണ്, ആയുധങ്ങൾ വഹിച്ചവരാണ്. പക്ഷെ ഒരു നാളിൽ അവരുടെ ബലം നഷ്ടപ്പെട്ടു, പരാജയപ്പെട്ടു, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു, മാംസം നഷ്ടപ്പെട്ടു, അസ്ഥികൂടങ്ങൾ അസ്ഥി കഷണങ്ങളായി ചിതറിക്കിടന്നു. പക്ഷെ ഒരു കാറ്റ് അവരുടെ മേൽ വീശിയപ്പോൾ അവർ വീണ്ടും അതേ സൈന്യമായി രൂപാന്തരപ്പെട്ടു. ഇത് അസ്ഥി ജീവിക്കുന്ന പകലല്ല. അഭിഷക്തൻ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞല്ലോ, ഇത് അസ്ഥി ജീവിക്കുന്ന പകലല്ല, ഇത് അസ്ഥി സൈന്യമാകുന്ന പകലാണ്. ഇത് അസ്ഥി സൈന്യമാകുന്ന പകലാണ്. ഇത് അസ്ഥി സൈന്യമാകുന്ന പകലാണ്. ഇത് അസ്ഥി സൈന്യമാകുന്ന പകലാണ്. ആമേൻ. ഈ വാഗ്ദത്തത്തിൻ്റെ സമയം എഴുതിയ റോഷൻ എന്ന് പറയുന്ന അഭിഷക്തൻ തൻ്റെ പിതാവ് മരിച്ചുപോയി. ഉപരിപഠനത്തിനുള്ള പരീക്ഷകൾ, യാത്രകൾക്കുള്ള പരീക്ഷകളെല്ലാം പരാജയപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ തുണി വിരിച്ചു കൊണ്ടിരുന്ന അമ്മ ഇങ്ങനെ റോഷൻ്റെ അടുക്കൽ പറഞ്ഞു, ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പാപം നീ ചെയ്തിട്ടുണ്ടായിരിക്കും കുഞ്ഞെ, അല്ലെങ്കിൽ നീ ഇങ്ങനെ രക്ഷപ്പെടാതിരിക്കത്തില്ലല്ലോ എന്ന്. അന്ന് രാത്രി ഏങ്ങി കരഞ്ഞ് എപ്പോഴോ ഉറങ്ങിക്കിടന്ന അവൻ വെളുപ്പിനെ 3 മണിക്കകത്ത് ഒരു ദൈവശബ്ദം കേട്ടു, ഒരു ദൈവസ്പർശനം കേട്ടോ, ഖൈറോസ് എന്നൊരു ദൈവശബ്ദം. അവിടെ നിന്നാണ് ഈ വാഗ്ദത്തത്തിന് സമയമാകുന്നുവെന്നുള്ള പാട്ടുണ്ടായത്. അസ്ഥി കഷ്ണങ്ങൾ പോലെ ചിതറിപ്പോയ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെടുത്ത് സൈന്യമാക്കുന്ന ദൈവശക്തിയുടെ നിറവ് അനുഭവിച്ചു. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, അഭിഷക്ത സമൂഹത്തോട് വിളിച്ചു പറയട്ടെ, നിന്റെ അസ്ഥികൾ ജീവൻ പ്രാപിച്ചാൽ പോരാ, നിന്റെ അസ്ഥികൾ സൈന്യമായി മാറ്റപ്പെടണം. ഞാൻ ആവർത്തിക്കുന്നു, ഒരു മിന്നൽ നിന്നെ അടിക്കണം, ഒരു മിന്നൽ നിന്റെ മേൽ വീഴണം, നീ ഒരു അസാധാരണ വ്യക്തിയായി മാറണം. ദൈവസിംഹാസനത്തിൽ നിന്നൊരു മിന്നൽ പുറപ്പെടുന്നു. ആ മിന്നൽ നിന്റെ മേൽ വീഴുമ്പോൾ നീ ദൈവത്തിൻ്റെ മിന്നൽ ചാലകമായി മാറ്റപ്പെടും. കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടാം. ഇന്ന് പകൽ ഇതിനകത്ത് വന്നൊരു പ്രസംഗം കേട്ടു പോവുക, ഒരു ഉണർവ് അനുഭവിച്ചു പോവുക എന്നതിനെക്കാട്ടിലുപരിയായി ഞാൻ ദൈവജനത്തോട് വളരെ വിനയത്തോടുകൂടി ഓർപ്പിക്കട്ടെ, ഇന്ന് വളരെ വളരെ ആഗ്രഹത്തോടുകൂടെ ആവശ്യപ്പെടട്ടെ, ഒരു കൃപാവരത്തോടുകൂടെ ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് മടങ്ങിപ്പോവുക. ഒരു കൃപാവരത്തോടുകൂടെ ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് മടങ്ങിപ്പോവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ അടുക്കൽ പറഞ്ഞു, ഒരു പ്രവാചകന്റെ പുതപ്പല്ല ഞാൻ ഇതിനകത്ത് ഇടുന്നത് ഒരു പ്രവാചക പുതപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകന്റെ പുതപ്പല്ല, ഒരു പ്രവാചക പുതപ്പ്. ആമേൻ. എ മാൻഡിൽ ഓഫ് പ്രൊഫറ്റ് അല്ല, എ പ്രൊഫറ്റിക് മാൻഡിൽ. ഒരു മനുഷ്യനിൽ നിന്ന് പകരപ്പെടുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് പകരപ്പെടുന്ന. ഇന്ന് പകൽക്കാലം ചിലരിൽ കൃപാവരങ്ങൾ ഇഗ്നൈറ്റ് ചെയ്യപ്പെടുന്ന പകലായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആത്മാവിൽ അത് ഡിക്ലെയർ ചെയ്യുന്നു. ഇന്ന് പകൽ ചിലരുടെ മേൽ കൃപാവരങ്ങൾ ഇഗ്നൈറ്റ് ചെയ്യപ്പെടും. മൂന്നാമതായി അവിടെ പറയുകയാണ്, യഹോവയുടെ സിംഹാസനത്തിൽ നിന്ന് മിന്നലും 2 നാദം പുറപ്പെടുന്നു. നാദം എന്ന് പറഞ്ഞാൽ ദൈവസിംഹാസനത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു ശബ്ദം പുറപ്പെടും എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം നീ പരിശുദ്ധാത്മാവിൽ കയറി വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ദൈവസിംഹാസനം നിനക്ക് വേണ്ടി ചിലത് സംസാരിക്കും. അതാരോട് പറയേണ്ടതാണെങ്കിലും അത് പറയും. അത് പിശാചുക്കളോട് പറയേണ്ടതാണെങ്കിൽ പറയും. അത് ഭൂതങ്ങളോട് പറയേണ്ടതാണെങ്കിൽ പറയും. അത് പ്രേതങ്ങളോട് പറയേണ്ടതാണെങ്കിൽ പറയുക. അത് ദേശാന്തകാര ശക്തികളോട് പറയേണ്ടതാണെങ്കിൽ പറയുക. ആരോട് പറയേണ്ടതാണെങ്കിലോ ഇന്ന് പകൽക്കാലം ദൈവസിംഹാസനം വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, മൂക്കുണ്ടെങ്കിലും ശ്വസിക്കാത്ത, കണ്ണുണ്ടെങ്കിലും കാണാത്ത ഒരു ഊമ ദൈവമല്ല എൻ്റെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി സംസാരിക്കും. അവൻ എനിക്ക് വേണ്ടി സംസാരിക്കും. ഇന്ന് പകൽ അധരം തുറന്ന് പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പായി പറയുവാൻ കഴിയും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കും. പല ദൈവങ്ങളും ഇരിക്കുന്ന മുറിയുടെ കട്ടളയും കതകും കൂടെ ഇളക്കിക്കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാൽ പോലും ഇവന്മാർക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ ഭൂതലമെങ്ങും ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ശബ്ദിക്കുമെന്ന്
എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന്. ഇന്ന് പകൽ നിന്റെ വിഷയത്തിൽ ദൈവം സംസാരിക്കുന്ന പകലാണെന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയോ? അവൻ്റെ സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടു. മൂന്നാമതായി പറയുകയാണ്, ഒന്ന്, അവൻ്റെ സിംഹാസനത്തിൽ നിന്നൊരു മിന്നൽ പുറപ്പെട്ടു. എന്നോട് ചേർന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകം 4:5, അവൻ്റെ സിംഹാസനത്തിൽ നിന്നൊരു മിന്നൽ പുറപ്പെട്ടു. 2, അവൻ്റെ സിംഹാസനത്തിൽ നിന്നൊരു നാദം പുറപ്പെട്ടു, അവൻ എനിക്ക് വേണ്ടി സംസാരിച്ചു. 3, അവൻ്റെ സിംഹാസനത്തിൽ നിന്നൊരു ഇടിമുഴക്കം വന്നു. ഇടി മുഴങ്ങുക എന്ന് പറഞ്ഞാൽ അത് ന്യായവിധിയെ കാണിക്കുകയാണ്, അത് ദൈവത്തിൻ്റെ പ്രതികാരത്തെ കാണിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവ സാന്നിധ്യത്തിൽ കയറുമ്പോൾ, പരിശുദ്ധാത്മാവിൽ കണക്റ്റ് ആകുമ്പോൾ, അഭിഷേകത്തിൻ്റെ സാന്നിധ്യത്തിൽ കയറുമ്പോൾ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു പ്രതികാരത്തിൻ്റെ വാളുമായി, ഒരു തീയുമായി, ഒരഗ്നിയുമായി, ദഹിപ്പിക്കുന്ന അഗ്നിയായി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. എൻ്റെ ദൈവം ഫയർ ഓഫ് വെഞ്ചൻസ്, തിരിച്ച് കത്തിക്കുന്ന ഒരു ദൈവ അഭിഷേക ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഞാൻ 2-3 കാര്യങ്ങൾ ആരംഭത്തിങ്കൽ പറഞ്ഞു. ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് പുതുതായി പകരപ്പെടുക, ചിലരുടെ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ലഭിക്കുക, ചിലരുടെ കൃപാവരങ്ങൾ കത്തോ, ചിലർക്ക് വേണ്ടി ദൈവം ഇടപെടുന്നത് കാണാൻ കഴിയുക. എന്നാൽ അവസാനമായി ഞാൻ പറയട്ടെ, നിന്റെ അഭിഷേകത്തിന് മുമ്പിൽ ദൈവം ചില കത്തിക്കലുകൾ നടത്തുന്നത്, ദൈവം ചിലതിനെ ചുട്ടുകളയുന്നത്, ദൈവം ചിലതിനോട് പ്രതികാരം ചെയ്യുന്നത്. ദാഗോന്റെ കൈയൊടിഞ്ഞ് തലയൊടിഞ്ഞ് താഴെ കിടന്നതുപോലെ അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങൾ തകർന്നു മാറുന്നത് ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിയുവാൻ കാത്തിരിക്കുന്ന ദൈവജനങ്ങൾ മാത്രം 1 മിനിറ്റ് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അന്യഭാഷകളിൽ എല്ലാ ധരങ്ങളും തുറന്ന് അന്യഭാഷകളിൽ മാത്രം സംസാരിക്കട്ടെ. 1 മിനിറ്റ് അന്യഭാഷകളിൽ മാത്രം സംസാരിക്കട്ടെ. You are under the open heavens. തുറന്ന സ്വർഗത്തിന്റെ കീഴിലേക്ക് ദൈവം നിന്നെ കണക്ട് ചെയ്യുകയാണ്. Tele bene bene besele kateri artakala katana katana tena tene rakasere tele 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 artikater kata 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 lamba 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 sharia renew us Lord, revive us Lord, quicken us Lord, strengthen us Lord, equip us Lord, empower us Lord. ഇന്ന് പകൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പുതുക്കപ്പെടട്ടെ, പുനരുജ്ജീവിപ്പിക്കപ്പെടട്ടെ, ശക്തീകരിക്കപ്പെടട്ടെ, ബലപ്പെടട്ടെ, ആയുധം ധരിപ്പിക്കപ്പെടട്ടെ. ഇന്ന് പകൽ മറഞ്ഞു കിടക്കുന്ന സകല പോരുകളുടെ മേലും ഞാൻ ദൈവാധിപത്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു കയറുന്നു. ആത്മമണ്ഡലം തുറന്നു വരട്ടെ, അശുദ്ധാത്മാക്കൾ ചിതറട്ടെ, ദുരാത്മാക്കൾ ഒതുങ്ങട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ കീഴടങ്ങട്ടെ, ദൈവാധികാരം വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ വചനത്തിന്റെ വെളിപ്പാടുകളെ ഇതിനകത്ത് തുറക്കുമ്പോൾ, എൻ്റെ അപ്പന്റെ കരം എനിക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ, ഈ ഇരുട്ടിന്റെ മേഖലകൾ അന്തരീക്ഷം ക്ലീൻ ആകട്ടെ, അന്തരീക്ഷം ക്ലീൻ ആകട്ടെ, അന്തരീക്ഷം ക്ലീൻ ആകട്ടെ. ഇതിനകത്ത് കയറിക്കൂടിയിരിക്കുന്ന I command all the other spirit out. ദൈവവചനത്തിലേക്ക് ജനത്തെ പ്രവേശിപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപാകൂടാരത്തിലേക്ക് ജനത്തെ പ്രവേശിപ്പിക്കുമ്പോൾ, എതിർ നിൽക്കുന്ന അന്യാരാധന ശക്തികളും അന്ധകാര ആയുധ ശക്തികളും ഇരുട്ടിന്റെ ആധിപത്യങ്ങളെയും മറഞ്ഞു കിടക്കുന്ന സകല ഭൂത പ്രേത പിശാചുക്കളെയും എല്ലാ മരണശക്തികളെയും വെച്ചാരാധനയുടെ വെടിക്കെട്ടിന്റെ ആധിപത്യങ്ങളെ ഇന്ന് പകൽ ഞാൻ ദൈവിക അധികാരത്തിൽ കൽപ്പിക്കുന്നു. കീഴടങ്ങ്. Victory in the name of Jesus. യേശുവിന്റെ രക്തത്തിൽ ഞാൻ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. Holy Spirit.
Thank you, Lord. Thank you, Lord. Thank you. കരവും ശബ്ദവും ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ബലത്തോടെ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം വായിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം ആരംഭ ഭാഗം ആ വാക്യം വായിച്ചാട്ടെ. യെഹെസ്കേൽ 3:12. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു, യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പിറകിൽ കേട്ടോ. ഒരു ശബ്ദം വലിയ മുഴക്കത്തോടെ എൻ്റെ പിറകിൽ കേട്ടോ. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ഒരു മനുഷ്യനായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന്റെ ശബ്ദത്തിനപ്പുറമായ ഒരു വലിയ മുഴക്കത്തിന്റെ ശബ്ദം നിന്റെ പിമ്പിൽ നിന്ന്, യഹോവയുടെ ശബ്ദം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നീ കേൾക്കാം. പലപ്പോഴും ദൈവശബ്ദം പുറകിൽ നിന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറഞ്ഞു, ഞാൻ കേട്ട ശബ്ദം എന്തെന്നറിവാൻ തക്കവണ്ണം ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ കേട്ട ശബ്ദം എന്തെന്നറിവാൻ തക്കവണ്ണോ ഞാൻ തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ ഞാൻ നടന്നു വന്ന വഴികളിൽ ഒന്നും കണ്ടില്ല. ഇന്നലകളിൽ പാഴും ശൂന്യവും എന്ന് കരുതിയ ചില വിഷയങ്ങൾ, എന്നാൽ പിറകിൽ നിന്നൊരു ശബ്ദം കേട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോൾ ശൂന്യത നിറഞ്ഞ ഇടത്ത് 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഇതാ 7 നിലവിളക്കുകൾ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടോ. ഇന്ന് പകൽക്കാല നിന്റെ പിറകിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. നീ തിരിഞ്ഞു നോക്കുമ്പോൾ ഇരുട്ട് നിറഞ്ഞ ഇടത്ത് 7 വിളക്കുകൾ കാണുവാൻ പോവുകയാണ്. നീ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പകലാണിത്. നിന്റെ പിറകിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. നീ പാസ് ചെയ്തോ, നീ കഴിഞ്ഞുപോയി, എല്ലാം തീർന്നുവെന്ന് പറഞ്ഞ ചില വിഷയങ്ങളിൽ പിറകിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. A sound in your past. A sound in your past. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ ബിഹൈൻഡിൽ, നിന്റെ പുറകിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. നിനക്ക് മുൻപിലുള്ളത് കാണാൻ പറ്റാ, പക്ഷെ നിന്റെ പുറകിലുള്ളത് നിനക്ക് കാണാൻ കഴിയത്തില്ല. നിനക്ക് കാണാൻ കഴിയാത്ത വിഷയങ്ങളിൽ, നിനക്ക് കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ, നിനക്ക് കാണാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ ഇതാ ഒരു ശബ്ദം മുഴങ്ങുകയാണ്. ആ ശബ്ദം നിനക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നു, യഹോവയുടെ മഹത്വം വാഴ്ത്തപ്പെടട്ടെ. യഹോവയുടെ മഹത്വം വാഴ്ത്തപ്പെടട്ടെ. അന്ധകാര ശക്തികൾ സ്തുതിക്കപ്പെട്ട ഇടത്ത്, പൈശാചിക അധികാരങ്ങൾ ജൈവിളിക്കപ്പെട്ട ഇടത്ത്, ആഭിചാരങ്ങൾ തലകുത്തി നിന്ന ഇടത്ത് ഇന്ന് പകൽ ദൈവത്തിന്റെ അഭിഷക്തൻ വിളിച്ചു പറയുന്നു, അവിടെ യഹോവയുടെ മഹത്വം, His glory shall be magnified. His glory shall be. അവന്റെ മഹത്വം, അവന്റെ മഹത്വം, അവന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം വാഴ്ത്തപ്പെടും. ഹല്ലേലൂയ. യഹോവയുടെ മഹത്വം അത് സ്വസ്ഥലത്തു നിന്ന് വാഴ്ത്തപ്പെടോ. അങ്ങനെയെങ്കിൽ യഹോവയുടെ മഹത്വത്തിന്റെ സ്വന്തം സ്ഥലം ഏതാ? ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, യഹോവയുടെ മഹത്വത്തിന്റെ സ്വന്തം സ്ഥലം, the on place of the glory of God, the on seat of the glory of God, അത് ഞാൻ തന്നെയാണ്. His place, അവന്റെ സ്ഥലം ഞാനാണ്, അവന്റെ സിംഹാസനം ഞാനാണ്. I am the throne of God, I am the seat of God, I am the house of God. ഇന്ന് പകൽക്കാല ദൈവ മഹത്വം ഒരു പള്ളിമേടയ്ക്കകത്തു നിന്നല്ല. ദൈവ മഹത്വം ഏതെങ്കിലും കെട്ടിയുണ്ടാക്കിയ ഒരു കെട്ടിടത്തിനകത്തു നിന്നല്ല. ദൈവ മഹത്വം ഫ്രം ഹിസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തമായിരിക്കുന്ന നിന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയാ, the glory of God is going to be magnified in me. എന്നിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന്, എന്റെ തലമുറയിൽ നിന്ന് ദൈവമഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തോത്രം പറ, കരമടിച്ച് സ്തോത്രം പറ. കുഞ്ഞുങ്ങളുടെ മേലൊക്കെ അഭിഷേകം റിലീസ് ചെയ്യപ്പെടട്ടെ. ഹോളി സ്പിരിറ്റ്, യഹോവയുടെ മഹത്വം ഇന്നലകളിൽ യെരൂശലേമിന്റെ ദൈവാലയത്തിൽ നിന്നായിരിക്കാം, ഇന്നലകളിൽ ഏതെങ്കിലും പള്ളിക്കൂടാരങ്ങളിൽ നിന്നായിരിക്കാം. പക്ഷേ ഇന്ന് സിസ്റ്റം മാറുകയാണ്. ഫ്രം ഹിസ് പ്ലേസ്, നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ മുഖത്തു നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവമഹത്വം വെളിപ്പെട്ടു വരോ. ദൈവമഹത്വം അവിടെ നിന്ന് വാഴ്ത്ത
വാഴ്ത്തപ്പെടോ. നീ നടക്കുന്ന ഇടത്ത്, നീ ചലിക്കുന്ന ഇടത്ത്, നീ ശുശ്രൂഷിക്കുന്ന ഇടത്ത്, നീ സംസാരിക്കുന്ന ഇടത്ത്, നീ തൊടുന്ന ഇടത്ത് അവിടെ ദൈവമഹത്വം വെളിപ്പെടോ. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുമെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമെങ്കിൽ, ഇഫ് യു ക്യാൻ സറണ്ടർ യുവർസെൽഫ് ഫോർ ദ വിൽ ഓഫ് ഗോഡ്, നീ ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ കൊടുക്കുമെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയുന്നു, ദൈവമഹത്വം വാഴ്ത്തപ്പെടുന്നത് മറ്റൊരിടത്തു നിന്നും ആയിരിക്കത്തില്ല. ദൈവമഹത്വം വെളിപ്പെടുന്നത് അത് നിന്നിൽ നിന്നായിരിക്കുക, നിന്റെ ശരീരത്തിൽ നിന്നായിരിക്കുക, നിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്താട്ട് ദൈവമഹത്വം നിന്നിൽ നിന്ന് വെളിപ്പെടാം. ദൈവമഹത്വം നിന്നിൽ നിന്ന് പുറത്തു വരും. ദൈവമഹത്വം നിന്നിൽ നിന്ന് വാഴ്ത്തപ്പെടും. You shall the visible display of his glory. നീ ദൈവമഹത്വത്തിന്റെ വാഹകനാകോ. നീ ദൈവമഹത്വത്തിന്റെ പ്രദർശിതാവായി മാറ്റപ്പെടോ. യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന്റെ സ്വന്തം സ്ഥലത്തു നിന്ന് ദൈവം തന്റെ മഹത്വത്തെ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയോ? ഐ ആം ദ ഓൺ പ്ലേസ് ഓഫ് ഗോഡ്. ആ ദൈവത്തിന്റെ സ്വന്തം സ്ഥലം ഞാനാണ്. ആ ദൈവത്തിന്റെ സ്വന്തം വീട് ഞാനാണ്. ആ ദൈവത്തിന്റെ ശരീരം ഞാനാണ്. ഇന്ന് പകൽ ദൈവത്തിന് നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നിന്നിൽ നിന്ന് ദൈവ മഹത്വം, ഹോളി സ്പിരിറ്റ്, റിഫ്ലക്ട് ദ ഗ്ലോറി, റിഫ്ലക്ട് ദ ഗ്ലോറി. ഇന്നലകളിൽ ഇന്നലകളിൽ പിശാച് കയറി നിന്ന് തന്റെ ശക്തി നിന്നിൽ കൂടെ വെളിപ്പെടുത്തിയെങ്കിൽ ചില രോഗങ്ങൾ നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട ഇടത്ത്, ചില രോഗങ്ങൾ നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട ഇടത്ത്, അത് ഏത് വല്ലാത്ത രോഗവുമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില പുൺവായ്ക്കൾ അടഞ്ഞു പൊട്ടിയതുപോലെ, വിട്ടുമാറാത്ത പരുക്കളാൽ പുൺവായ്ക്കൾ അടഞ്ഞു പൊട്ടിയ ഇയ്യോബിന്റെ ശരീരം പോലെ നിരന്തരം ബോയിൽസ് കടന്നു വന്ന്, ശരീരത്തിൽ പുണ്ണുകൾ കടന്നു വന്ന് പിശാച് തന്റെ ശക്തി വെളിപ്പെടുത്തിയ നിന്റെ ശരീരത്തെ നോക്കി ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ ഒരു ഹീലിംഗിനെ റിലീസ് ചെയ്തിട്ട് ദൈവത്തിന്റെ അഭിഷക്തൻ എന്നുള്ള അധികാരത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ഇനിമേൽ നിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ വെളിപ്പെടത്തില്ല. ഇനിമേൽ നിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ വെളിപ്പെടത്തില്ല. ഐ റിലീസിംഗ് എ ഹീലിംഗ് ഇൻ ജീസസ് നെയിം. ദൈവം എന്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, സുഖമാകാ, സുഖമാകാ. പകരം നിന്റെ ശരീരത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ. ഐ കമാൻഡ് ഹീലിംഗ് ഓവർ യുവർ ബോഡി. ഇന്ന് പകൽ നിന്റെ ശരീരം രോഗത്തെ പ്രദർശിപ്പിക്കാനുള്ളതല്ല. നിന്റെ ശരീരം രോഗത്തെ പ്രദർശിപ്പിക്കാനുള്ളതല്ല. നോ മോർ ബോയിൽസ് ഇൻ യുവർ ബോഡി. ഐ ക്യാൻസൽ ഓൾ ദ സ്പിരിറ്റ് ഓഫ് ക്യാൻസർ. ഇതാ ഒരു ക്യാൻസറിന്റെ ദുരാത്മാവ് ഇതിനകത്തുനിന്ന് ചാടി വെളിയിൽ പോകുന്നു. വെളിവാ, 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 വെളിവാ. പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ഞാൻ പറയുന്നു, come out. വാടാ പിശാചേ വെളിയെ. സലമഹർഥാനിയ. ദൈവിക അധികാരത്തിൽ രോഗശക്തികളുടെ മേൽ ഞാൻ തീ വാരിയിടുന്നു. രോഗ അധികാരങ്ങളുടെ മേൽ ഞാൻ തീ വാരിയിടുന്നു. രോഗ അധികാരങ്ങളുടെ മേൽ ഞാൻ തീ വാരിയിടുന്നു. യെസ്, രോഗ അധികാരങ്ങളുടെ മേൽ ഞാൻ തീ വാരിയിടുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രോഗ അധികാരങ്ങളുടെ മേൽ ഞാൻ തീ വാരിയിടുന്നു. യെസ്, ബാൽഖചേനി മഹസതാനി റാഖചാനിയ. യെസ്, 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 യെസ്. കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന ക്യാൻസറിന്റെ പിമ്പിൽ നിന്റെ അകത്ത് കിടക്കുന്ന ആ ദുരാത്മാവ് ഇന്ന് പകൽ ഞാൻ ദൈവിക അധികാരത്തിൽ അതിന്റെ മേൽ, അതിന്റെ മേൽ ഫയർ, ഫയർ, ഫയർ. ഷട്ടട്ടട്ടട്ടട്ടട്ട രട്ടട്ടട്ടട്ടട്ടട്ടട്ട. നിന്റെ ശരീരം അൾസറിന്റെ ശരീരമല്ല. നിന്റെ ശരീരം അൾസറിന്റെ ശരീരമല്ല. യു ആർ ദ പ്രോപ്പർട്ടി ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ വകയാ. നിന്റെ ശരീരം ദൈവത്തിന്റെ വകയാ. ഇതാ നിന്റെ ശരീരത്തിൽ അൾസർ പിടിച്ച് അൾസറിന്റെ മാനിഫെസ്റ്റേഷൻ നിന്റെ ശരീരത്തിൽ നിൽക്കുന്നു. എന്നാൽ ഇന്ന് പകൽ അത് ക്യാൻസൽ ആവുകയാണ്. All the spirit of eczema, all the spirit of eczema, യഹോവയുടെ മഹത്വം തന്റെ സ്ഥലത്ത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. എക്സീമ അല്ല, എക്സീമ അല്ല, സോറിയാസിസ് അല്ല.
ഇന്ന് പകൽ ഇതാ ഞാൻ ദൈവിക അധികാരത്തിൽ ഹീലിംഗിനെ റിലീസ് ചെയ്യുന്നു. എതിർക്കാൻ കഴിയുന്ന ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ ഇപ്പോ കേറിവ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അഗ്നിമണ്ഡലത്തിനകത്തേക്ക് ഞാൻ ഈ ജനത്തെ ലിഫ്റ്റ് ചെയ്യുന്നു. അഗ്നിമണ്ഡലത്തിനകത്തേക്ക് ഞാൻ ഈ ജനത്തെ ഷിഫ്റ്റ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ I command a fire atmosphere here, a fire atmosphere here. Who can stand against? Who can stand against? I command the fire from heaven. യഹോവയുടെ മഹത്വം സ്വസ്ഥാനത്തു നിന്ന് മഹത്വപ്പെടും. യഹോവയുടെ മഹത്വം സ്വസ്ഥാനത്തു നിന്ന് മഹത്വപ്പെടും. യേശുവിന്റെ നാമത്തിൽ അകത്തു കിടക്കുന്ന ചില ഈവിൾ സബ്സ്റ്റൻസ്, അകത്തു കിടക്കുന്ന ചില അന്യാരാധനയുടെ നേർച്ച ശക്തികൾ, അകത്തു കിടക്കുന്ന ചില അന്യാരാധനയുടെ നേർച്ചക്കെട്ടുകൾ നിന്റെ ഉദരത്തിനകത്ത് കിടന്ന് പൊങ്ങി. നിന്റെ ഉദരത്തിന് അകത്ത് കിടന്ന് പൊങ്ങി. ലാസറ്റേലി അർക്കച്ചേനി അബാധാരി ഇന്ന് പകൽ അതിന് നിന്റെ ഉദരത്തിൽ അവകാശമില്ല. ഇന്ന് പകൽ അത് മറപ്പുരയിലേക്ക് ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് ഞാനത് നിന്റെ ഉദരവുമായി കെട്ടിക്കിടക്കുന്ന കെട്ടിനെ അഴിച്ചു കളയുന്നു. അഴിയട്ടെ, 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 അഴിയട്ടെ. ഔട്ട്, ഔട്ട്, ഔട്ട്. അഴിയാത്ത കെട്ടുകളുടെ മേൽ ഞാൻ ദൈവത്തിന്റെ തീയിട്ട് ദ്രവിപ്പിക്കുന്നു. അഴിയാത്ത കെട്ടുകളുടെ മേൽ ഞാൻ ദൈവത്തിന്റെ തീയിട്ട് ദഹിപ്പിക്കുന്നു. അഴിയാത്ത കെട്ടുകളുടെ മേൽ ഞാൻ ദൈവത്തിന്റെ തീയിട്ട് ദ്രവിപ്പിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ തീ യേശുവിന്റെ രക്തത്തിൽ ഞാൻ നിന്റെ മേളിൽ കൈവെക്കേണ്ട ആവശ്യമില്ല സാത്താനെ. ദൈവത്തിന്റെ ശക്തി ഇതാ നിന്റെ മേൽ ഷൂട്ട്. All the spirit of deception, മറഞ്ഞു കിടന്ന് വഞ്ചിക്കുന്ന സകല ദുരാത്മാക്കളോ, ഒരു ദാരിദ്ര്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഞാൻ അഴിക്കുകയാ. ഞാനത് ഈ തൊടാനൊന്നും നിന്നയല്ല, പക്ഷെ പരിശുദ്ധാത്മാവിനെ കറക്കി അതിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയാ. ഒരു പോവർട്ടി മാനിഫെസ്റ്റേഷൻ മാറുകയാ. പകരം ഒരു ഗ്ലോറി മാനിഫെസ്റ്റേഷനിലേക്ക് നീ കയറുകയാ. എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണ, മഹത്വമുള്ളിടത്ത് ധനമുണ്ട്, മഹത്വമുള്ളിടത്ത് മുട്ടുകളില്ലെന്ന്. യഹോവയുടെ ഇടയത്വത്തിനകത്ത്, യഹോവയുടെ ഇടയ പരിപാലനത്തിനകത്ത് ഒരന്ധകാര ശക്തിയും കയറി വരത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം നിന്റെ വീടിന്റെ മേളിൽ വീണ് കിടക്കുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ മാറാല, നിന്റെ വീടിന്റെ മേളിൽ വീണ് കിടക്കുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ മാറാല ഇന്ന് പകൽ പരിശുദ്ധം അഴിച്ചു കളയുന്നു. ഈ സമയം തുടങ്ങി യേശുവിന്റെ നാമത്തിൽ കൂട്ടുകച്ചവടത്തിന് പോയി നിന്റെ തലയിൽ വീണ കെട്ട്, കൂട്ടുകച്ചവടത്തിന് പോയി നിന്റെ തലയിൽ വീണ കെട്ട് പരിശുദ്ധം അഴിച്ചു കളയുന്നു. യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യത്തിന്റെ ആ ചങ്ങലെ നിന്റെ ശരീരത്തിൽ നിന്ന് ദൈവിക അധികാരത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. അഴിഞ്ഞു പോ. Salamahania, Lakatani Malausia Probortonia, Lakatonia Rasatania, Latenia, Parisudadmaven Nani, Parajayങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ചില വീടുകൾ, ആമേൻ, ദാരിദ്ര്യം മാനിഫെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ചില വീടുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കെട്ടഴിക്കുക. യഹോവയുടെ മഹത്വം, ആമേൻ, തന്റെ സ്ഥലത്ത് നിന്ന് ബ്ലസ് ചെയ്യപ്പെടും. ആമേൻ. His glory shall be blessed, His glory shall be manifested, His glory shall be magnified from His house. അത് നിന്റെ വീട്, അത് നിന്റെ ലൈഫ്, അത് നിന്റെ ശരീരം, അത് നിന്റെ അക്കൗണ്ട്, അത് നിന്റെ പേഴ്സ്. ഇന്ന് പകൽക്കാല പിശാച് വെളിപ്പെട്ട് നിന്ന് നിന്റെ കുടുംബാന്തരീക്ഷത്തിന്മേൽ ഇതാ ദൈവമഹത്വം വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവിന് നന്ദി.
പിശാചിക അധികാരങ്ങൾ വെളിപ്പെട്ടു നിന്ന് നിന്റെ കുടുംബ അന്തരീക്ഷത്തിന്റെ മേൽ ദൈവമഹത്വം വെളിപ്പെട്ടു വരികയാണ് യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവ് ചിലരിലേക്ക് കണക്ട് ആകുന്നു. കൂട്ടുകച്ചവടത്തിന് പോയി വീണ തലയിൽ വീണ കെട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അഴിച്ചു കളയുകയാണ്. ദൈവിക അധികാരത്തിൽ യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് എന്നെ എടുത്തു. യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്നൊരു ശബ്ദം വലിയ മുഴക്കത്തോടെ എൻ്റെ പിറകിൽ ഞാൻ കേട്ടു. ജീസസ്. യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടും. സ്വസ്ഥലം എന്നുള്ളതിനെ കുറച്ചുകൂടെ സിമ്പിളായി ഞാൻ പറയാം. ദൈവത്തിൻ്റെ സ്വന്തം ഇടത്ത് നിന്ന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. നീ ദൈവത്തിൻ്റെ സ്വന്തമാണോ? ദൈവമഹത്വം നിന്നിൽ നിന്ന് വെളിപ്പെടും. ദൈവമഹത്വം ഒരു പള്ളിക്കകത്തു നിന്ന് വെളിപ്പെടുമെന്നല്ല. ദൈവമഹത്വം ഒരു മനോഹരമായ ബിൽഡിങ്ങിൽ നിന്ന് വെളിപ്പെടുമെന്നല്ല. ദൈവമഹത്വം ഒരു പട്ടണത്തിൽ നിന്ന് വെളിപ്പെടുമെന്നല്ല. ദൈവമഹത്വം അഴകും അളവും നോക്കി വെളിപ്പെടുമെന്നല്ല. ദൈവമഹത്വം വെളിപ്പെടുവാനുള്ള ഒരൊറ്റ ക്രൈറ്റീരിയ പറഞ്ഞത്, അവൻ എനിക്കുള്ളവനാണോ, അവൾ എനിക്കുള്ളവളാണോ? അങ്ങനെയെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, എൻ്റെ മഹത്വം അവനിൽ നിന്ന്, അവളിൽ നിന്ന്. ഞാനതിൻ്റെ ആരംഭ ഭാഗത്തിലേക്ക് കയറുകയാണ്. യഹോവയുടെ ആത്മാവ് എന്നെ എടുത്തു. യഹോവയുടെ ആത്മാവ് എന്നെ എടുത്തു. ഞാൻ ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കടന്നു വന്നത് വചന ശുശ്രൂഷയ്ക്കോ വിടുതലുകൾക്കോ ഒന്നുമല്ല. അതിലുപരിയായി ഞാൻ പ്രസംഗിക്കുന്നത് നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്നല്ല, ഇന്ന് തന്നെ അതിവിടെ സംഭവിക്കണമെന്ന്. സോ ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ തന്നെ many of you will be lifted in spirit. ആത്മാവിൽ നിങ്ങൾ ഇങ്ങനെ എടുക്കപ്പെടുന്നത് കാണുവാൻ കഴിയും. ആത്മവിവശതയുടെ വലിയൊരു കെട്ട് ഇതിനകത്ത് അഴിഞ്ഞു വരും. ആത്മവിവശതയുടെ വലിയൊരു കെട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അഴിച്ചു വിടും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാം. നിങ്ങൾ ഈ YMCയുടെ ഹോളിനകത്തല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമാറ്, നിങ്ങൾ ഈ ഭൗമമണ്ഡലങ്ങളിലല്ല എന്ന് തോന്നുമാറ് ഒരാത്മപ്രവാഹം നിങ്ങളിങ്ങനെ എടുത്തുയർത്തിക്കൊണ്ടുപോകും. ഒരു കാറ്റ് കരിയിലെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് പോകും. ആത്മാവെന്നെ എടുത്തു. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ പ്രധാനമായ 4 അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രധാനമായ 4 അനുഭവങ്ങൾ. അതിൽ 3-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക. ആമേൻ. അങ്ങനെ ഞാനത് തിന്നു, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഒരു മനുഷ്യൻ ആദ്യം നൽകുന്നത് എന്താണെന്നറിയാമോ? ദൈവം അവന് ഭക്ഷിപ്പാൻ നൽകുകയാണ്. എന്താണ് ഭക്ഷിപ്പാൻ നൽകുന്നത്? തേൻ പോലെ മധുരമായത് ദൈവം അവന് നൽകുകയാണ്. ദൈവം ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യൻ ദൈവത്തിന് എന്താണ് നൽകിയത്? മനുഷ്യൻ ദൈവത്തിന് കയ്പ് കലക്കിയ കാടി കൊടുത്തു. അത് ദൈവത്തിന് രുചിച്ചു നോക്കിയാറേ കുടിപ്പാൻ മനസ്സായില്ല. ദൈവത്തിന് മനുഷ്യൻ കയ്പ് കലക്കിയ കാടി കൊടുത്തപ്പോൾ ദൈവം മനുഷ്യന്
നൽകുന്നത് എന്താണ്? തേൻ പോലെ മധുരമായതൊന്ന് അവൻ്റെ വായിൽ നൽകിയിട്ട് പറയുകയാണ്, നിന്റെ ഉദരം നിറച്ചോ, ഞാൻ നിന്നെ നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ നടുവിൽ, ഈ ശുശ്രൂഷയുടെ നടുവിൽ ദൈവം നിന്റെ വിശപ്പറിഞ്ഞ്, ദൈവം നിന്റെ ആർത്തി അറിഞ്ഞ്, ദൈവം നിന്റെ ആവശ്യകത അറിഞ്ഞ്, ദൈവം നിന്റെ അധരങ്ങൾക്കകത്തൊരു നന്മ നൽകുകയാണ്. അതൊരു ശാരീരിക ആവശ്യകതയാകട്ടെ, അതൊരു സാമ്പത്തിക ആവശ്യകതയാകട്ടെ, അതൊരു കുടുംബത്തിൻ്റെ ഏത് വിഷയമാകട്ടെ, ഒരു നേരത്തെ അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പാകട്ടെ, അല്ല ആത്മപ്രവാഹത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമാകട്ടെ, ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം ഉദരം നിറയ്ക്കോ. അവൻ പറഞ്ഞോ, ഇതാ ഞാൻ നിന്റെ വായിൽ തരുന്നു, ഉദരം നിറയോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ഈ ആരാധന എൻ്റെ കുറവുകളെ മാറ്റുന്നതാണ്, എന്നെ നിറയ്ക്കുന്നതാണ്? ഇന്ന് പകൽ അധരം തുറന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, ഐ ഷാൽ ബി ഫിൽഡ്. ഞാൻ നിറയപ്പെടും, ഞാൻ നിറയപ്പെടും, ഞാൻ നിറയപ്പെടും. എഫെസോസ് എന്ന അന്ധകാര ശക്തികൾ ആറാടിയ പട്ടണം, ആമേൻ, നീണ്ട ചതുരശ്ര അടികൾ നീണ്ടു കിടക്കുന്ന, ആമേൻ, 400 200 നീളവും വീതിയും അനുക്രമമായിട്ടുള്ളതായ എഫെസോസിലെ ഡയാന ദേവിയുടെ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. ആകാശത്ത് നിന്ന് വീണ ഒരു ഉൽക്ക കഷണത്തെ എടുത്തു വെച്ച് കറുത്ത ഒരു, ആമേൻ, ഇരുണ്ട നക്ഷത്രത്തെ, വെളിച്ചം നഷ്ടപ്പെട്ടു പോയ ഒരു നക്ഷത്രത്തെ എടുത്തു വെച്ച് ആരാധിക്കുന്ന എഫെസോസ് പട്ടണം. ആ എഫെസോസ് പട്ടണത്തിലൊരു ഐതിഹ്യമുണ്ട്. ആ നാട്ടിലെ എല്ലാ മനുഷ്യനും അനുഗ്രഹിക്കപ്പെടുന്നത്, നിറയ്ക്കപ്പെടുന്നത്, അവൻ്റെ ശൂന്യത മാറുന്നത് ഡയാന ദേവിയുടെ കരുണയാലാകുന്നുവെന്ന്. എന്നാൽ എഫെസോസ് പട്ടണത്തിലേക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് എഴുതി വെച്ചോ, ഡയാനയുടെ കരുണയല്ല നിന്നെ നിറയ്ക്കുന്നത്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ സഭ കുറവുള്ള ഇടമല്ല, ദൈവത്തിൻ്റെ സഭ നിറവുള്ളടമാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സഭ ഇസ് എ പ്ലേസ് ഓഫ് ഫുൾനെസ്. ദൈവരാജ്യം നിറവുകളുടെ ഇടമാണ്. അവിടെ ദാരിദ്ര്യമില്ല, ആമേൻ, അവിടെ ഇല്ലായ്മയില്ല, അവിടെ ശൂന്യതകളില്ല. അത് നിറവിൻ്റെ ഇടമാണ്. പുതിയ നിയമ ദൈവസഭയെ കുറിച്ച് പറയുന്നു, അത് നിറവുകളുടെ ഇടമാണ്. അതിലെല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ദൈവസഭ. ചർച്ച് is the fullness of Christ and Christ is responsible to fill you in every aspect of your life. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം നിറവുകളുടെ ദൈവമാണ്? അധരം തുറന്ന് പറഞ്ഞ്, എൻ്റെ ദൈവം നിറവുകളുടെ നിറവാണ്, നിറവുകളുടെ ദൈവമാണ്. അവൻ ഏതെങ്കിലും ഒന്നിലല്ല നിറയ്ക്കുവാൻ കഴിയുന്നത്, അവൻ എല്ലാറ്റിലും നിറയ്ക്കുവാൻ കഴിയുന്നതാണ്. നിന്റെ സാമ്പത്തികത്തെ അവന് നിറയ്ക്കാൻ കഴിയുക, നിന്റെ കൃപാവരങ്ങളെ അവന് നിറയ്ക്കാൻ കഴിയുക, നിന്റെ ഗർഭപാത്രത്തെ അവന് നിറയ്ക്കാൻ കഴിയുക, നിന്റെ ജീവിതത്തെ അവന് നിറയ്ക്കാൻ കഴിയുക. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ഥലം പോരാതെ വണ്ണം അവൻ നിന്നെ നിറയ്ക്കുന്ന ദൈവമാണ്. സ്ഥലം പോരാതെ വണ്ണം അവൻ നിറയ്ക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാല നിന്റെ പുര ജനക്കൂട്ടം കൊണ്ട് നിറയുക, നിന്റെ ആരാധനാലയം നിറയുക, നിന്റെ കുടുംബം നിറയുക, സകലത്തിലും നിറവുകൾ സംഭവിക്കുക. ആമേൻ. ദൈവം അവനോട് പറയുകയാണ്, മനുഷ്യപുത്ര, നീ അന്യദേശത്ത് വന്നിരിക്കുന്നു. ഇവനോട് ഇത് പറയുവാൻ ഒരു കാരണമുണ്ട്. യെഹെസ്കേൽ എന്ന് പറയുന്നത് ബൂസി പുരോഹിതന്റെ മകനാണ്. കാലഘട്ടം അനുസരിച്ച്, ചരിത്രമനുസരിച്ച്, കുടുംബമനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച് യെഹെസ്കേൽ യെരൂശലേമിലെ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കേണ്ടവനാണ്. എന്നാൽ യെരൂശലേമിലെ രാജാവായ യെഹോയാക്കീമിന്റെ കാലത്ത് രാജ്യം ഒന്നാമത് പിടിക്കപ്പെട്ടു. രണ്ടാമത് യെഹോയാക്കീമിന്റെ കാലത്ത് പട്ടണം തകർക്കപ്പെട്ട്, ആമേൻ, ആലയത്തിൽ നിന്നുള്ള പുരോഹിതന്മാരെ വരെ ഏകദേശം 10,000 പേരെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുമ്പോൾ യെഹെസ്കേൽ എന്ന മനുഷ്യന് അവൻ്റെ പാരമ്പര്യ നന്മകൾ നഷ്ടപ്പെട്ടോ, അവൻ്റെ ആലയ നന്മകൾ നഷ്ടപ്പെട്ടോ, അവൻ്റെ അപ്പൻ അനുഭവിച്ചു കൊണ്ടിരുന്ന നന്മകൾ അവന് നഷ്ടപ്പെട്ടു. ആമേ. ഇന്ന് പകൽക്കാല സ്വന്തം ദേശം നഷ്ടപ്പെട്ട യെഹെസ്കേലിനെ പോലെ പാരമ്പര്യമായി അവന്റെ പിതാക്കന്മാർ അനുഭവിച്ചു കൊണ്ടിരുന്ന നന്മ അനുഭവിപ്പാൻ കഴിയാതിരുന്ന യെഹെസ്കേലിനെ പോലെ നാടുകടത്തപ്പെട്ട അന്യദേശത്ത്, ആമേ, ഖേബാർ നദീതീരത്തിരിക്കുന്ന തെൽ അബീബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഖേബാർ നദീതീരത്തിരിക്കുന്നതായ ആ യെഹെസ്കേലിന്റെ അടുക്കൽ ദൈവം വന്നിട്ട് പറഞ്ഞു, പാരമ്പര്യ നന്മകൾ നിനക്ക് കിട്ടിയിട്ടില്ലായിരിക്കുക, അപ്പന്റെ വക നിനക്ക് കിട്ടിയിട്ടില്ലായിരിക്കുക, അമ്മയുടെ കരുതൽ നിനക്ക് കിട്ടിയിട്ടില്ലായിരിക്കുക, ചേട്ടന്മാരും സഹോദരന്മാരും നിന്നെ സഹായിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ഞാനൊരുത്ത നിനക്കുണ്ട്. ഞാൻ
ദൈവമാണ്, ഞാൻ നിന്റെ ഉദരം നിറയ്ക്കുന്ന ദൈവമാണ്. ആരൊക്കെ നിന്നെ കൈവിട്ടാൽ നിന്റെ ജീവിതം ശൂന്യതയിലാകത്തില്ല. യെഹെസ്കേൽ, ഇതാ ഞാൻ നിന്നെ സമൃദ്ധിയായി നിറയ്ക്കുകയാണ്. ഇന്ന് പകൽക്കാല പിന്നെയും പിന്നെയും ദൈവം എനിക്ക് നൽകുന്ന പ്രേരണയിൽ നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകളെ ഞാൻ ശാസിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ദൈവിക നിറവിനെ ഇന്ന് പകൽ ദൈവം എന്റെ മേലിട്ട് അഭിഷേകത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. Receive the fullness of God, receive the abundance of God. You shall be filled in every manner. സകല വിധത്തിലും നീ സമൃദ്ധി പ്രാപിക്കുക, സകല വിധത്തിലും നീ നിറവ് പ്രാപിക്കുക. I command the prosperity in your life. നിന്റെ മേൽ ദൈവിക സമൃദ്ധി സംഭവിക്കട്ടെ, നിന്റെ മേൽ ദൈവത്തിന്റെ നിറവ് സംഭവിക്കട്ടെ, നിന്റെ മേൽ ദൈവത്തിന്റെ പുഷ്ടി സംഭവിക്കട്ടെ, നിന്റെ മേൽ ദൈവത്തിന്റെ നന്മകൾ നിറഞ്ഞു കവിയട്ടെ, നന്മകൾ നിറഞ്ഞു കവിയട്ടെ. Receive it, Holy Spirit. ആമേൻ. ഒന്നാമത് ദൈവം യെഹെസ്കേലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ നിറയ്ക്കും യെഹെസ്കേൽ. ഇനിയും അത് ഞാൻ മധുരം കൊണ്ട് നിന്നെ നിറയ്ക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞു, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ എന്ത് ചെയ്യോ? പരിശുദ്ധാത്മാവ് ദാനം ചെയ്യോ. ഇന്ന് പകൽക്കാല ആത്മസാന്നിധ്യത്തെ കൊതിക്കുന്ന ദൈവ പൈതലേ, ഇവിടെ നിന്ന് നീ ആത്മനിറവ് പ്രാപിച്ച് വെളിയിലിറങ്ങുമ്പോൾ നിന്റെ മേലൊരു അസാധാരണ പ്രോസ്പെരിറ്റി റലം ഓപ്പണായി കിടക്കുന്നത്, ഇന്ന് നീ തൊടുന്ന എല്ലാറ്റിലും ഒരു അനുഗ്രഹം വെളിപ്പെടുന്നത് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം സ്തുതി പറഞ്ഞ് കരമടിച്ചാട്ട്, സ്തുതി പറഞ്ഞ കരമടിച്ചാട്ട്. I believe it, O Lord. I receive it, O Lord. I believe it, O Lord. I receive it, O Lord. Hallelujah, hallelujah, hallelujah. Jesus. 3-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യെഹെസ്കേലിനെ ദൈവം സന്ദർശിച്ച ആദ്യത്തിൽ അവന്റെ ശൂന്യതകളെ മാറ്റി, അവന്റെ ദാരിദ്ര്യത്തെ മാറ്റി, അവനെ തേൻ പോലെ മധുരം കൊണ്ട് നിറച്ചു. വീണ്ടും 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അടുത്തത് എന്താണ് അവനിൽ ചെയ്യുന്നതെന്നറിയാമോ? യെഹെസ്കേൽ പാർക്കുന്നത് ശത്രുക്കളുടെ നടുവിലാണ്. യെഹെസ്കേൽ പാർക്കുന്നത് അവനെ ഉപദ്രവിക്കുവാൻ നിൽക്കുന്ന ഒരു വലിയ പുരുഷാരത്തിന്റെ സമൂഹത്തിന്റെ നടുവിലാണ്. അവിടെ നേരെ ദൈവം യെഹെസ്കേലിന്റെ അടുക്കൽ പറഞ്ഞു, യെഹെസ്കേൽ, നീ പാർക്കുന്ന ദേശം എനിക്കറിയാം, നിന്റെ ചുറ്റുപാടുള്ള ദേശത്തെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്റെ അകം നിറയ്ക്കുക മാത്രമല്ല, നിന്റെ മുഖം ഞാൻ അവരുടെ നേരെ മുഖമോ കഠിനമോ, നിന്റെ നെറ്റി ഞാൻ അവരുടെ നേരെ കടുപ്പവുമാക്കി നിർത്തുന്നു. വായിക്കാമോ? 8-ാം വാക്യം. നിന്റെ മുഖം അവരുടെ മുഖത്തിന് നേരെ കഠിനമോ, നിന്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പവുമാക്കിയിരിക്കുന്നു. ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് നീ ഇറങ്ങുമ്പോൾ നിന്റെ നെറ്റിയെ ദൈവം കടുപ്പമാക്കാം, നിന്റെ മുഖത്തെ ദൈവം കടുപ്പമാക്കാം. ആർക്കും കയറി തോണ്ടിയിട്ട് പോകാൻ കഴിയുന്ന ഒരു പുറമ്പോ കല്ല നീ. ഇന്ന് പകൽക്കാല ദൈവം നിന്നെ ഫോർട്ടിഫൈ ചെയ്യുകയാണ്, ദൈവം നിന്നെ മതില് കെട്ടുകയാണ്. എന്റെ കാന്ത മുദ്രയിട്ട കിണർ കെട്ടിയടച്ച തോട്ട, ഇന്ന് പകൽ ദൈവം നിന്റെ മുഖം കഠിനമാക്കുകയാണ്, നെറ്റി കടുപ്പമാക്കുകയാണ്. നാളുകളായി നിന്നെ വേട്ടയാടുന്ന ദുർശക്തികൾ നിന്റെ നേരെ നിൽക്കാതെ വേണ്ട, ദേശാന്തകാര ശക്തികൾ നിന്റെ നേരെ നിൽക്കാതെ വേണ്ട, കുടിദൈവങ്ങളും പാരമ്പര്യ ശക്തികളും നിന്റെ നേരെ നിൽക്കാതെ വേണ്ട. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ നീ ഭയപ്പെട്ട ദുരാത്മാക്കൾ നിന്നെ കണ്ട് ഭയപ്പെടത്തക്കവണ്ണ, ഇന്നലകളിൽ നീ ഒഴിഞ്ഞുപോയ അന്ധകാര ശക്തികൾ നിന്നെ കണ്ട് ഒഴിഞ്ഞു പോകത്തക്കവണ്ണ, നിന്റെ മുഖത്തിനൊരു കടുപ്പ, നിന്റെ നെറ്റിക്കൊരു കടുപ്പ, ഇന്ന് പകൽക്കാല ദൈവം നിന്നെ ഒരു അഗ്നിയാക്കി മാറ്റുകയാണ്, ദൈവം നിന്നെ ഒരു തീ കഷണമാക്കി മാറ്റുകയാണ്. യെഹെസ്കേലിന്റെ മുഖം കടുപ്പമാക്കിയെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ ഒരു തീ കഷണമാക്കി മാറ്റുകയാണ്. കർത്താവ് തന്റെ You are going to be transformed. ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. നീ കേവലം ഒരു മനുഷ്യനായിട്ടാ ഇതിനകത്ത് കടന്നു വന്നത്, പക്ഷെ നീ ഇതിനകത്തു ഇറങ്ങുന്നത് വേറെ ഒരാളായിട്ടാ. അസാധാരണമായ ദൈവശക്തി ഇതായി മിനിറ്റുകളിൽ തന്നെ ചിലരെ അടിച്ചു തുടങ്ങുന്നു, ഈ മിനിറ്റുകളിൽ തന്നെ ചിലരെ തൊടുന്നു.
പരിശുദ്ധാത്മാവ് തൊടുന്നു. അവൻ കാറ്റിനെ തന്റെ ദൂതന്മാര്, അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കാം. അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കാം. അവൻ ദൂതന്മാരെ കാറ്റാക്കാം. അവൻ ശുശ്രൂഷകരെ അഗ്നിജ്വാലയാക്കാം. ഇന്ന് പകൽക്കാലം ശുശ്രൂഷയുടെ വിളി കിട്ടിയ, ശുശ്രൂഷയുടെ നിയോഗം കിട്ടിയ ചിലരുടെ നേരെ വല്ലാതെ പിശാച് കിടന്ന് പോരടിക്കുന്നു. എന്നാൽ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ദൈവം നിന്നെ തീയാക്കാൻ പോവുകയാ. യേശുവിന്റെ രക്തം ജയ, യേശുവിന്റെ രക്തം ജയ. ശുശ്രൂഷയുടെ നിയോഗം കിട്ടിയ ചിലരുടെ മേൽ ഒരു അഗ്നി വീഴാൻ പോവുകയാ. കാരണം നിന്റെ മേളിൽ നിയോഗം കിടപ്പുണ്ട്, പക്ഷെ വല്ലാതെ പോരാട്ടം നീ നേരിടുകയാ. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു അഗ്നി നിന്റെ മേൽ റിലീസ് ചെയ്യുകയാണ്. You shall be the fire of God. യേശുവിന്റെ നാമത്തിൽ ഇതാ ശുശ്രൂഷയുടെ നിയോഗം ലഭിച്ച ചിലരുമായി പരിശുദ്ധാത്മാവ് കണക്ട് ആകുന്നു. പരിശുദ്ധാത്മാവ് കണക്ട് ആകുന്നു. പരിശുദ്ധാത്മാവ് കണക്ട് ആകുന്നു. ടച്ച് യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷയുടെ നിയോഗം ലഭിച്ച ചിലരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം അടിക്കുക, അടിക്കുക, അടിക്കുക. ഇത് നിയോഗത്തിന്റെ പരിചയ, ഇത് നിയോഗത്തിന്റെ തീയ. നിന്റെ മേളിൽ കിടക്കുന്ന ശുശ്രൂഷ, നിന്റെ മേളിൽ കിടക്കുന്ന ശുശ്രൂഷ, അതിന് ദൈവം ഒരു പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ടെന്ന് ഒരു അഗ്നി നിന്റെ മേൽ വീഴുകയാണ്. ഇതാ പരിശുദ്ധാത്മാവ് നിന്നെ അനോയിന്റ് ചെയ്യുന്നു വിത്ത് ഫയർ അനോയിന്റിങ്. ഒരു അഭിഷേകത്തിന്റെ അഗ്നി നിന്നെ തൊടുന്നു. അഭിഷേകത്തിന്റെ അഗ്നി നിന്നെ തൊടുന്നു. ആ അഭിഷേകത്തിന്റെ അഗ്നി നിന്നെ തൊടുന്നു. നിന്റെ മുഖം കഠിനമാകട്ടെ, നിന്റെ നെറ്റി കടുപ്പമാകട്ടെ. ശുശ്രൂഷയെ കെട്ടിയ അന്ധകാര അന്യാരാധന ശക്തികൾ, ശുശ്രൂഷയെ കെട്ടിയ അന്യാരാധന ശക്തികൾ ഇന്ന് പകൽ അഴിയുകയാണ്. നിന്റെ ശുശ്രൂഷയെ കെട്ടിയ നിയോഗത്തെയും വിളിയെയും കെട്ടിയ അന്ധകാര ആധിപത്യങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അഴിച്ചു കളയുകയാണ്. ഇന്ന് പകൽ പിശാച് കെട്ടിവെച്ച ചില ശുശ്രൂഷകൾ ഇന്ന് പകൽ പുറത്തു വരികയാണ്. ശുശ്രൂഷയെ നിന്റെ ശുശ്രൂഷയെ ഒതുക്കാൻ തക്കവണ്ണോ നിന്റെ മേലിട്ട സകല ശാപവാക്കുകളോ, നിന്റെ ശുശ്രൂഷയെ കെട്ടുവാൻ തക്കവണ്ണോ നിന്റെ മേലിട്ട സകല പൈശാചിക ആധിപത്യങ്ങളോ ഇതാ തീ കൊണ്ട് ചണനൂൽ പോലെ കത്തുന്നത് കണ്ടോ, 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 കണ്ടോ? നീ കണ്ടോ? നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഇട്ട പവർ എന്താണെന്ന്. ഫയർ ശുശ്രൂഷയ്ക്കെതിരായി, ഈ ദേശത്തിലെ ശുശ്രൂഷയ്ക്കെതിരായി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ രക്തത്തിൽ ചില പെടുമരണങ്ങളുണ്ടായി. അഭിഷക്തനെ ചില പെടുമരണങ്ങളുണ്ടായി. നിങ്ങളുടെ പേര് ഈ ദേശത്ത് ഒതുക്കാൻ തക്കവണ്ണ പിശാച് വെച്ച് കെട്ടിയ ചില അന്ധകാര ശക്തികളുടെ കെട്ടുകളുടെ മേൽ ദൈവത്തിന്റെ തീ വീഴുക. വെളിപ്പെടും, വെളിപ്പെടും, വെളിപ്പെടും. തീ, 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 തീ. ചില മരണങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ തീ വീഴുകയാണ്. ദൈവത്തിന്റെ തീ വീഴുകയാണ്. The fire, the fire, the fire, the fire, the fire from heaven. അഴിഞ്ഞു പോട്ടെ, അഴിഞ്ഞു പോട്ടെ. യെസ്, നിന്റെ മുഖം കടുപ്പമാവുകയാണ്. നിന്റെ നെറ്റിത്തടം കഠിനമാവുകയാണ്. പിശാച് നിന്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുന്നത്, പിശാച് നിന്റെ മുമ്പിൽ നിന്ന് ഉരുകുന്നത് കാണാൻ പോവുകയാ. യെസ്, യെസ്. ചിലരുടെ അഭിഷേകത്തിന് മേൽ ഒരു അപ്ഗ്രഡേഷൻ വരാൻ പോവുക. ചില കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ തീ വീഴാൻ പോവുക. കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഇരുന്നാട്ട്, കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഇരുന്നാട്ട് ഇന്ന് പകൽ നിന്റെ മേലൊരു തീ വീഴാൻ പോവാ. മക്കളെ, നീ ഒരു തീയായി മാറാൻ പോവുക. നീ ഒരു തീയായി മാറാൻ പോവുക. നീ ഒരു തീയായി മാറാൻ പോവുക. നിന്നെ ദൈവ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്, നിന്റെ മേളിൽ നിയോഗമിട്ടത് വല്ലവനും കയറി തോണ്ടിയിട്ട് പോകാനല്ല, വല്ലവനും കയറി അറിഞ്ഞിട്ട് പോകാനല്ല. നിന്നെ ദൈവം ഒരു അഗ്നിയാക്കുകയാ. നിന്നെ ദൈവം ഒരു അഗ്നിയാക്കുകയാ. നിന്നെ ദൈവം ഒരു അഗ്നിയാക്കുക. Lord, open the fire, open the firehouse, open the firehouse. ഇതാ തീച്ചൂള ദൈവം തുറക്കുന്നു. ദൈവത്തിന്റെ അഗ്നി ചൂള, ദൈവത്തിന്റെ അഗ്നി ചൂള ദൈവം തുറക്കുന്നു, തുറക്കുന്നു. ദൈവത്തിന്റെ അഗ്നി ചൂള ദൈവം തുറക്കുന്നു.